സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടുമായി ഇന്ത്യ. പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന സിന്ധു നദിയിലെ വെള്ളം ഡൽഹി, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഈ നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരായ ഒരു തിരിച്ചടിയായി ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് എത്തിക്കാൻ 130 കിലോമീറ്റർ നീളമുള്ള ഒരു കനാൽ നിർമ്മിക്കും. ഇത് ആദ്യഘട്ട നിർമ്മാണമാണ്. 3 വർഷം കൊണ്ട് ഈ കനാൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ പൂർത്തിയാക്കി 2 വർഷത്തിനുള്ളിൽ തന്നെ കനാൽ യാഥാർത്ഥ്യമാക്കണം എന്നാണ് വിലയിരുത്തൽ. രണ്ടാം ഘട്ടത്തിൽ ഈ ജലം യമുന നദിയിലേക്ക് എത്തിക്കാൻ 70 കിലോമീറ്റർ നീളമുള്ള മറ്റൊരു കനാൽ നിർമ്മിക്കും. യമുനയിൽ ജലം എത്തുന്നതോടെ ഡൽഹി, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലേക്കും ബിയാസ് നദിയിലെ ജലം പ്രയോജനപ്പെടുത്താനാകും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷം പാകിസ്ഥാൻ പല തവണയായി ഇന്ത്യക്ക് കത്തയച്ച് കരാർ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ജലലഭ്യത കുറഞ്ഞതിനാൽ പാകിസ്ഥാൻ കടുത്ത വരൾച്ച നേരിടുന്നുണ്ടെന്നും സൂചനകളുണ്ടായിരുന്നു. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും പാകിസ്ഥാൻ കത്തുകൾ അയച്ചിരുന്നു. ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് മുന്നോട്ട് പോകില്ലെന്നും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്നും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് സിന്ധു നദീജല കരാറിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. പാക് ജല മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചെങ്കിലും ഈ കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയാണ് ഇന്ത്യ ചെയ്തത്. പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്ന പിന്തുണ അവസാനിപ്പിക്കാതെ കരാർ മരവിപ്പിച്ച നടപടിയിൽ ഇളവ് വരുത്താൻ ഉദ്ദേശമില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള പദ്ധതിക്ക് ഇന്ത്യ തുടക്കം കുറിച്ചതോടെ സിന്ധു നദിയിൽ നിന്നുള്ള ജലത്തിന്റെ കാര്യത്തിൽ എത്രയും വേഗം പരിഹാരം കണ്ടെത്തണം എന്നാണ് പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടത്. ചെനാബ്, ജലം, സിന്ധു നദികളിൽ നിന്നുള്ള ജലം ഇന്ത്യയിലേക്ക് വഴിതിരിച്ചു വിടുന്ന പദ്ധതികളാണ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. കരാർ പ്രകാരം പാകിസ്ഥാന് അവകാശപ്പെട്ട നദികളാണ് ഇവ മൂന്നും. ചെനാബ് നദിയിലെ റൺബീർ കനാൽ വികസിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ്. കനാൽ വികസിപ്പിച്ചാൽ സെക്കൻഡിൽ 150 ഘനമീറ്റർ വരെ വെള്ളം ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാനാകുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ ഇത് 40 ഘനമീറ്റർ മാത്രമാണ്. 19ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കനാലിന് 60 കിലോമീറ്ററോളം നീളമുണ്ട്. ഇത് 120 കിലോമീറ്റർ വരെ ആക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഇത് പൂർത്തിയായാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ കാര്യമായി ബാധിക്കും. ഇതിനു പുറമെ മറ്റ് നദികളിൽ ജലവൈദ്യുത പദ്ധതികളും നിർമ്മിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നുണ്ട്. ഇതിലൂടെ ജലമൊഴുക്ക് കൂടുതൽ നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഈ 3 നദികളിൽ നിന്നുള്ള ജലം വഴിതിരിച്ചു വിട്ട് ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതി. കൂടാതെ വലിയ തോതിൽ ജലം സംഭരിക്കാനായി റിസർവോയറുകളും നിർമ്മിക്കും. ഇന്ത്യയുടെ ജല ആവശ്യകത നിറവേറ്റാൻ ആവശ്യമുള്ള പദ്ധതി നിർദ്ദേശങ്ങൾക്കായുള്ള വിദഗ്ധ പരിശോധനകൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ചെനാബ് നദിയിലെ ബാഗ്ലിഹാർ, സലാൽ അണക്കെട്ടുകളിൽ നിന്ന് ചെളിയും എക്കലും നീക്കി ശേഷി കൂട്ടാനുള്ള നടപടികളും ഇന്ത്യ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി അണക്കെട്ട് തുറന്നുവിടുന്ന പ്രക്രിയയും തുടങ്ങിയിട്ടുണ്ട്. ഇത് സിന്ധു നദീജല കരാറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ ദൃഢമായ നിലപാട് വ്യക്തമാക്കുന്നു.